ഹായ് എവരി വൺ, PSC റാങ്ക് ഹോൾഡറിൻ്റെ SCRT 10th പ്രിലിംസ് ബയോളജീൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഊർജ്ജത്തിനായി ശ്വസിക്കാം എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് കേട്ടോ. നമ്മളിന്ന് എന്താ നോക്കിയത്, രക്തപര്യന വ്യവസ്ഥയാണ് നോക്കിയത് അല്ലേ. അപ്പോൾ ഇന്ന് ഊർജ്ജത്തിനായി ശ്വസിക്കാം എന്ന് പറയുമ്പോൾ ഏത് വ്യവസ്ഥയായിരിക്കും? ശ്വസന വ്യവസ്ഥയായിരിക്കും നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ നമ്മുടെ ശ്വസന വ്യവസ്ഥ വരുന്നത്. ആദ്യം നമുക്കറിയാം എന്താ ഉള്ളത്, നാസാദ്വാരമുണ്ട് അല്ലേ. ഇതിന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പല ചാപ്റ്റേഴ്സിലായിട്ട് പറഞ്ഞു വന്നു. അതുകൊണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, ഡയറക്റ്റ് ചാപ്റ്ററിലോട്ട് കയറാണ്. നാസാദ്വാരമുണ്ട്. ആ നാസാദ്വാരം എന്തിനാ വേണ്ടിയിട്ടുള്ളത്? നമ്മുടെ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്നത് നമ്മുടെ വാതകങ്ങളുണ്ടല്ലോ, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്തോട്ട് വിടുന്നുണ്ട്. അത് രണ്ടും നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ നാസാദ്വാരത്തിലൂടെ വെച്ചിട്ടാണ് നമ്മൾ മൂക്കെന്നൊക്കെ പറയുന്നത് അല്ലേ. പിന്നെയാണ് എന്താണ് നാസാഗഹ്വരം ഉള്ളത്. അതൊരു ക്യാവിറ്റിയാണ്, ഗഹ്വരം എന്ന് പറയുന്നു. അപ്പം നാസദ്വാരത്തിനെയും ഗ്രസിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാതയാണ് നമ്മുടെ ഈ നാസഗഹ്വരം എന്ന് പറയുന്നത്. പിന്നെ ശ്വാസനാളമുണ്ട്. അതൊരു നീണ്ട കുഴലാണ്. ഇതാ ഇവിടെ കാണപ്പെടുന്നില്ലേ ബ്ലൂ കളറിൽ, ആ ബ്ലൂ കളറിൽ കാണപ്പെടുന്ന അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ശ്വാസനാളം എന്ന് പറയുന്നത്. ശ്വാസനാളം എപ്പോഴും എന്താണ്, തുറന്നിരിക്കുന്നതിന് ഈ വലയങ്ങൾ സഹായിക്കുന്നു. അതിന് കുറച്ച് വലയങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അതെപ്പോഴും തുറന്നിട്ട് തന്നെ ആയിരിക്കും. അതിനാരെ സഹായിക്കുന്നത്? ആ വലയങ്ങളാണ്. അപ്പം നാസാദ്വാരം, അതിൽ നിന്ന് ആ ക്യാവിറ്റി നാസാഗഹ്വരത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നേരെ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് പോകുന്നു. ശ്വാസനാളത്തിൽ നിന്ന് അത് എങ്ങോട്ടാണ് പോകുന്നത്? ശ്വസനിയിലേക്കാണ് അല്ലേ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ചിത്രത്തിനകത്ത്, ശ്വസനിയിലേക്കാണ്. അപ്പോൾ 2 ശ്വാസകോശങ്ങളുണ്ട് നമുക്ക് അല്ലെ, വലതും ഇടതുമായിട്ട് 2 ശ്വാസകോശങ്ങളുണ്ട്. അപ്പോൾ അത് രണ്ടിനകത്തും എന്തുണ്ട്? ശ്വസനി ഉണ്ട്. അപ്പോൾ ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളാണ് ഏതായിട്ട് നമ്മൾ പറയുന്നത്? ശ്വസനി എന്ന് പറയുന്നത്. അപ്പോൾ ശ്വസനി എന്ന് വെച്ചാൽ എന്തായിരുന്നു? ശ്വാസനാളം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു നീണ്ട കുഴൽ അല്ലേ. ആ നീണ്ട കുഴൽ 2 ശ്വാസകോശത്തിൽ 2ലേക്കുണ്ട് കേട്ടോ. ഇവിടെ 1 മാർക്ക് ചെയ്തിട്ടുള്ളൂ, പക്ഷെ അത് 2ലേക്കുണ്ട്. അങ്ങനെ അത് 2ലേക്കും എന്താണ് പോകുന്ന ശ്വാസനാളത്തിൻ്റെ ശാഖകളെയാണ് നമ്മൾ ശ്വസനി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഈ ശ്വസനിയുടെ അഗ്രശാഖകളിൽ എന്തുണ്ട്? ശ്വസനിക ഉണ്ട്. എന്തുണ്ട്? ബ്രോങ്കിയോൾസ് ഉണ്ടെന്ന് പറയും. ശ്വസനിയുടെ അഗ്രശാഖകൾ, അതായത് ഇത് നമ്മുടെ ശ്വാസനാളമാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ശാഖകളായിട്ട് എന്ത് പോകുന്നുണ്ട്? ശ്വസനി പോകുന്നുണ്ട്. ഈ ശ്വസനിയുടെ അഗ്രശാഖയായിട്ടാണ് ഏത് വരുന്നുള്ളത്? ശ്വസനിക വരുന്നുള്ളത്. അപ്പോൾ ശ്വസനിക, ശ്വാസനാളം, ശ്വസനിക. പിന്നെയാണ് വായ അറ. ഈ ശ്വസനികളുടെ അറ്റത്തായിട്ട് വായു അറകൾ കാണപ്പെടുന്നു. ശ്വസനികകളുടെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന ഇലാസ്തിക സ്വഭാവമുള്ള അതിലോലമായ സ്തര അറകളെയാണ് നമ്മൾ വായു അറ എന്ന് പറയുന്നത്. അപ്പം നാസദ്വാരം, പിന്നെ നാസഗഹ്വരം, പിന്നെ ശ്വാസനാളം, പിന്നെ ശ്വസനിക, വായു അറ. അങ്ങനെയാണ് നമ്മുടെ വായു കടക്കുന്നത്. ആദ്യം നാസദ്വാരത്തിലൂടെ ഗഹ്വരത്തിലേക്ക് എത്തുന്നു, അവിടെ നിന്ന് നമ്മുടെ ശ്വാസനാളത്തിലോട്ട് കയറുന്നു. ശ്വാസനാളത്തിൽ നിന്ന് പിന്നെ അതിൻ്റെ ശാഖകളായിട്ടുള്ള ശ്വസനിയിലേക്ക് പോകുന്നു. ആ ശ്വസനിക്കും എന്തുണ്ട്? ശാഖകളുണ്ട്. അതാണ് ശ്വസനിക. ശ്വസനികയുടെ അറ്റത്തായിട്ട് എന്തുണ്ട്? വായു അറയുണ്ട്. അഗ്രഭാഗത്തായിട്ട് വായു അറയുണ്ട്. അങ്ങനെയാണ് നമ്മുടെ വായു സഞ്ചരിക്കുന്നത്. തിരിച്ചും അതുപോലെ തന്നെയാണ്. ഈ വായു അറകളിൽ നിന്ന് ശ്വസനികയിലോട്ട് പോകും, ശ്വസനികയിൽ നിന്ന് ശ്വസനിയിലോട്ട് പോകും, ശ്വസനാളം, പിന്നെ നാസഗഹ്വരം, അതിൽ നിന്ന് നാസാദ്വാരത്തിലൂടെ നമ്മൾ പുറത്തോട്ട് വിടുന്നു. ഇതാണ് ഇതിനകത്ത് നടക്കുന്നത് നമ്മുടെ ശ്വസന വ്യവസ്ഥയിൽ നടക്കുന്നത്. ഇനി നമ്മൾ ഇന്നലെ പെരികാർഡിയം എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? പെരികാർഡിയം എന്ന് വെച്ചാൽ എന്താണെന്ന്? പെരികാർഡിയം എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്മുടെ ഹൃദയത്തിന് പൊതിഞ്ഞിട്ടുള്ള ഇരട്ട സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരികാർഡിയം. അതേപോലെ ഇവിടെ നമ്മുടെ ശ്വാസകോശവും അവരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അല്ലേ, വളരെ മൃദുലമായിട്ടുള്ള ഒരു അവയവമാണ് നമ്മുടെ ശ്വാസകോശം. അപ്പോൾ അവരും പൊതിഞ്ഞുകൊണ്ട് ഒരു ഇരട്ട സ്ഥലമുണ്ട്. അതിനെയാണ് നമ്മൾ പ്ലൂറ എന്ന് പറയാം. എന്ത് പറയുന്നു? പ്ലൂറ എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ പെരികാർഡിയം അല്ലേ പഠിച്ചേ. ആ പെരികാർഡിയത്തിൻ്റെ ഇടയിൽ ഒരു പെരികാർഡിയൽ ദ്രവ്യമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്ലൂറ അല്ലെ, 2 ഇരട്ട സ്ഥലമാണ്. അതിനിടയിലും എന്തുണ്ട്? ഒരു ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്ലൂറ ദ്രവ്യം അടങ്ങിയിട്ടുണ്ട്. എന്തടങ്ങിയിട്ടുണ്ട്? പ്ലൂറ ദ്രവ്യം അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ശ്വസന വ്യവസ്ഥ പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കേണ്ട ആളാണ് ആര്? ഡയഫ്രം എന്ന് പറയുന്നത് അല്ലെ. ഡയഫ്രം വികസിക്കുന്നതും അതുപോലെ തന്നെ സങ്കോചിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ ഡയഫ്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഉദരാശയത്തെയും നമ്മുടെ ഔരസാശയത്തെയും തമ്മിൽ വേർപിരിക്കുന്ന പേശി നിർമ്മിതമായിട്ടുള്ള ഒരു ഭിത്തിയാണ് ഏത് നമ്മുടെ ഈ ഡയഫ്രം എന്ന് പറയുന്നത്. എവിടെയാണ്? ഉദരാശയത്തെയും അതുപോലെ തന്നെ നമ്മുടെ ഔരസാശയത്തെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് ആര്? ഡയഫ്രം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ ഈ വായു എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ പറയാണ്. ഡയഫ്രം സങ്കോചിക്കുന്നു. എന്താണ്? ഇൻ്റർകോസ്റ്റൽ പേശികളുണ്ട് നമ്മുടെ വാരിയലുകൾക്കിടയിലായിട്ട് ആരുണ്ട്? നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, ഓർക്കുന്നുണ്ടല്ലോ എല്ലാവരും. അപ്പോൾ നമ്മുടെ വാരിയലുകളുടെ പേശികൾക്കിടയിലായിട്ട് കോസ്റ്റൽ പേശികളുണ്ട്. അത് സങ്കോചിക്കും. അങ്ങനെ സങ്കോചിക്കുമ്പോൾ വാരിയലുകൾ ഉയരും. വാരിയൽ ഉയരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ശ്വാസകോശത്തിനകത്ത് സ്ഥലം കൂടുന്നു അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? അന്തരീക്ഷ മർദ്ദത്തെക്കാൾ ഔരസാശയ വ്യാപ്തം കൂടുന്നു. അപ്പോൾ നമ്മുടെ വാരിയലുകൾ ഉയരുമ്പോൾ ഔരസാശയത്തിലുള്ള വ്യാപ്തം കൂടുന്നു, അന്തരീക്ഷ മർദ്ദത്തെക്കാൾ അവിടെയുള്ള മർദ്ദം കുറയുന്നു. അപ്പോൾ പുറത്തു നിന്ന് വായു നേരെ നമ്മുടെ ലങ്സിനകത്തേക്ക് കയറുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോഴെന്താണ്? നിശ്വാസത്തിൻ്റെ സമയത്ത് എന്താണ്? ഇൻ്റർകോസ്റ്റൽ പേശികൾ പൂർവ്വസ്ഥിതിയിലോട്ട് പ്രാപിക്കുകയാണ്. അങ്ങനെ ഇൻ്റർകോശികൾ പൂർവ്വസ്ഥിതിയിലോട്ട് വരുമ്പോൾ വാരിയലുകൾ താഴും. അങ്ങനെ വാരിയലുകൾ താഴുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ മർദ്ദം കൂടും. അങ്ങനെ മർദ്ദം കൂടുമ്പോൾ വായു പുറത്തോട്ട് തള്ളപ്പെടുന്നു. അപ്പോൾ ഈ ഒരൊറ്റ ചിത്രത്തിൽ നിന്ന് നമുക്ക് നിശ്വാസവും ഉച്ഛ്വാസവും മനസ്സിലാക്കണം. ഉച്ഛ്വാസത്തിൻ്റെ സമയത്ത് ഡയഫ്രം സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. ഡയഫ്രം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത് നിശ്വാസത്തിൻ്റെ സമയത്താണ്. പഠിച്ചു വെക്കണം, മാറിപ്പോകരുത്. അപ്പോൾ നമ്മൾ ഉച്ഛ്വാസവും നിശ്വാസവും പഠിച്ചു. ഇനി അങ്ങനെ നമ്മൾ ഉച്ഛ്വാസത്തിലൂടെ കയറിയ ശ്വാസകോശത്തിലെത്തി നമ്മുടെ വായു എവിടെയാണ്? ഏറ്റവും അവസാനം നമ്മൾ പറഞ്ഞത് വായു അറകളിലാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിത്രം കാണപ്പെടുന്നുണ്ട്, വായു അറ. അപ്പോൾ ഈ വായു അറയിൽ വെച്ചിട്ടാണ് നമ്മൾ ശ്വസിച്ച ഓക്സിജൻ അകത്തേക്കും അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ട് വിടുന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിൻ്റെ രണ്ടിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത് ശരിക്കും എവിടെ വെച്ചിട്ടാണ്? ഈ പറഞ്ഞിരിക്കുന്ന വായു അറകളിൽ വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ പറയുന്നുണ്ട് നമുക്ക് പുറത്തുനിന്ന് മൂക്കിലൂടെയാണെന്ന് നമ്മൾ പറയുന്നു, നാസിദ്വാരത്തിലൂടെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഉള്ളിൽ ശരിക്കും അത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? നമ്മുടെ ഈ വായു അറകളിലൂടെയാണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സ്ചേഞ്ച് നടക്കുന്നുള്ളത്. ഉച്ഛ്വാസത്തിൻ്റെ ഫലമായി അന്തരീക്ഷ വായു അറകളിലാണ് എത്തിച്ചേരുന്നുള്ളത്. ഉച്ഛ്വാസത്തിൻ്റെ ഫലമായി നമ്മൾ എടുക്കുന്നുള്ള അന്തരീക്ഷ വായു അറകളിൽ എത്തിച്ചേരുന്നു. എന്നിട്ട് അവിടുന്ന് ശ്വസനവാതകങ്ങളായ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും തമ്മിൽ കൈമാറ്റം നടക്കുന്നു. എന്നിട്ട് ആര് തിരിച്ചു വരുന്നു? നമ്മുടെ ഈ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് വരുന്നു. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ശ്വസനികകളുടെ അഗ്രഭാഗത്തായിട്ടാണ് ഈ വായു അറ കാണുന്നതെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ 1-2 വായു അറകളാണോ കാണുന്നുള്ളത്? അങ്ങനെയല്ല. എത്രയാണുള്ളത്? ദശലക്ഷക്കണക്കിന് വായു അറകളാണ് നമ്മുടെ ശ്വാസകോശത്തിനകത്തുള്ളത്. എത്രയുണ്ട്? ദശലക്ഷക്കണക്കിന് വായു അറകളാണ് അവിടെ ഉള്ളത്. ഇവരുടെ പ്രധാന പ്രവൃത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിലെ ശ്വസന പ്രതലത്തിൻ്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാം നമ്മുടെ ശ്വാസകോശത്തിൻ്റെ വിസ്തീർണം എത്രയാണെന്ന്? ഏകദേശം, അതായത് ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും വിസ്തീർണമാണ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഏകദേശം 70 ചതുരശ്ര മീറ്ററാണ്. എത്രയാണ്? ഏകദേശം 70 ചതുരശ്ര മീറ്ററാണ്. 2 ശ്വാസകോശങ്ങളിലെയും വായു അറകളുടെ ആകെ പ്രതല വിസ്തീർണം എന്ന് പറയുന്നത് 70 ചതുരശ്ര മീറ്ററാണ്. അത് പറയുന്നത് എത്രയായിരിക്കും? ഒരു ടെന്നീസ് കോർട്ടിൻ്റെ വിസ്തീർണമുണ്ട് നമ്മുടെ ഈ ശ്വാസകോശത്തിനകത്ത്. അതാരാണ് അങ്ങനെ ആ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാന ആളാരാണ്? നമ്മൾ ഈ പറഞ്ഞ വായു അറകളാണ്. ഇനി ഈ വായു അറകളുടെ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്ത് കാണപ്പെടുന്നുണ്ട്? ഇവർ കവർ ചെയ്തിട്ട് ധാരാളം രക്തലോമികകളുണ്ട് അല്ലേ, കാണപ്പെടുന്നില്ലേ? നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നില്ലേ? ഒരു രക്തലോമികകൾ ഇതിനെ കവർ ചെയ്തിട്ടുണ്ട്. ഏതിനെ? നമ്മുടെ വായു അറകളെ. പിന്നെ ഇവരുടെ വായു അറ എപ്പോഴും ഈർപ്പമുള്ളതുപോലെ, അതായത് ഉൾഭിത്തി സദാ ഈർപ്പമുള്ളതായിട്ട് കാണപ്പെടുന്നു. അവയുടെ ഭിത്തിയും അവയെ ആവരണം ചെയ്തിരിക്കുന്ന രക്തലോമികളുടെ ഭിത്തിയും ഓരോ നിര കോശങ്ങളാൽ മാത്രം നിർമ്മിതമാണ്. നമ്മുടെ ഈ വായു അറകളുടെ ഭിത്തി എടുത്തു നോക്കിയാലും രക്തലോമികളുടെ ഭിത്തി എടുത്തു നോക്കിയാലും രണ്ടിനെയും എങ്ങനെയാണ് കവർ ചെയ്തിരിക്കുന്നത്? ഓരോ നിര കോശങ്ങൾ അല്ലെ, ഒരു നിരയിലുള്ള കോശങ്ങളാണ് അവരെ കവർ ചെയ്ത് നിൽക്കുന്നുള്ളത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വായു അറയിൽ നിന്ന് നമ്മൾ ഓക്സിജൻ എങ്ങോട്ടാണ് കൊടുക്കുന്നുള്ളത്? ഈ രക്തത്തിലേക്കാണ് കൊടുക്കുന്നുള്ളത് അല്ലേ. ഓക്സിജനെ ഈ രക്തത്തിലേക്ക് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഈ രക്തം കൊണ്ടുവരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഈ വായു അറകളിലേക്ക് കൊടുക്കുന്നു.
അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ശരിക്കും എന്തെങ്കിലും എക്സ്ചേഞ്ച് നടക്കുന്നുള്ളത്, ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ഓക്സിജൻ്റെയും എക്സ്ചേഞ്ച് നടക്കുന്നുള്ളത്. അപ്പോൾ ഇതിന് രണ്ടിനെയും കവർ ചെയ്തിട്ട് ആരുണ്ട്, ഒരു നിര കോശങ്ങളുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടിയിട്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനും ഓക്സിജനെ അവർ എക്സ്ചേഞ്ച് നടക്കുന്നുള്ളത്. ഉച്ഛ്വാസവേളയിൽ, അതായത് നമ്മൾ ശ്വാസം വലിച്ചു കഴിഞ്ഞ പാട്, ഉച്ഛ്വാസവേള എന്ന് പറഞ്ഞാൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന ആ ടൈമിൽ എന്താണ്, വായു അറകളിൽ ഓക്സിജൻ്റെ ഗാഢത കൂടുതലായിരിക്കും അല്ലേ, നമ്മൾ വലിച്ചെടുത്ത ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ വായു അറകളിൽ എന്താണ്, ഓക്സിജൻ്റെ അളവ് കൂടുതലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറവായിരിക്കും. എന്നാൽ നമ്മുടെ രക്തലോമികകളിൽ എങ്ങനെയായിരിക്കും, അവർ എല്ലായിടത്തും പോയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ചിട്ടുള്ള രക്തം കൊണ്ടാണ് വരുന്നുള്ളത്. അപ്പോൾ അതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലും ഓക്സിജൻ്റെ അളവ് കുറവുമായിരിക്കും. അപ്പോൾ അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂഷനിലൂടെ വിനിമയം ചെയ്യപ്പെടുന്നു. ഏത് പ്രോസസ്സാണ്, ഡിഫ്യൂഷനിലൂടെ. അപ്പോൾ എന്താണ്, ഉച്ഛ്വാസവേളയിൽ കിട്ടുന്നുള്ള ആ സമയത്ത് നമ്മുടെ വായുവറകൾക്കുള്ളിലുള്ള അന്തരീക്ഷ വായുവിൽ ഓക്സിജൻ കൂടുതലായിരിക്കും, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കും. ബ്ലഡ് കൊണ്ടുവരുന്നുള്ളതിനകത്ത് എന്താണ്, ബ്ലഡിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലും ഓക്സിജൻ കുറവായിരിക്കും. അപ്പോൾ ഡിഫ്യൂഷനിലൂടെ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും, വിനിമയം നടക്കും. അതാണ് ഏതിൻ്റെ കേസിൽ, നമ്മൾ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ മെയിനായിട്ട് നടക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്, വായു അറകളിൽ വെച്ചിട്ടാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്, പ്ലാസ്മയിലൂടെ ഇതുപോലുള്ള ലഘുപോഷകങ്ങൾ സംവഹനം ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ രക്തത്തിലൂടെ ഈ ഓക്സിജനെയും എന്താണ് സംവഹനം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മുടെ ലങ്സിൻ്റെ മൊത്തം ശ്വസന വ്യവസ്ഥ എടുത്താൽ വായു അറകളിൽ വെച്ചിട്ടാണ് ഈ വിനിമയം നടക്കുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ശ്വസന വ്യവസ്ഥയിൽ വായു അറകളാണ്. എന്നാൽ രക്തത്തിൽ നമ്മൾ പലതരം കോശങ്ങളെ പഠിച്ചു അല്ലേ, പ്ലേറ്റ്ലെറ്റ്, RBC, WBC, അതുപോലെ തന്നെ പ്ലാസ്മ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ പ്ലാസ്മയായിരുന്നു രക്തപര്യന വ്യവസ്ഥയിൽ ലഘുപോഷകങ്ങളെ സംവഹനം ചെയ്യുന്നുള്ളത്. എന്നാൽ ശ്വസന വ്യവസ്ഥയിൽ ഓക്സിജനെ സംവഹനം ചെയ്യുന്നുള്ളത് പ്ലാസ്മയല്ല, പകരം ആരാണ്, ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ നമുക്ക് RBCക്കകത്ത് ആരുണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട്. ഹീമോഗ്ലോബിൻ ഉണ്ട്. അങ്ങനെ നമ്മുടെ അരുണ രക്താണുക്കളുടെ ഉള്ളിലുള്ള RBC ആണ് ഈ ഹീമോഗ്ലോബിനെ അരുണ രക്താണുക്കളുടെ പ്രത്യേകതയാണ് അതിനകത്തുള്ള ഹീമോഗ്ലോബിൻ അല്ലെ. ഹീമോഗ്ലോബിനാണ് നമ്മുടെ രക്തകോശങ്ങൾക്ക് ചുവന്ന നിറം കൊടുക്കുന്നത്. അപ്പോൾ ആ ഹീമോഗ്ലോബിന് എന്തിനുള്ള എബിലിറ്റി കൂടി ഉണ്ട്, ഓക്സിജനുമായി കൂടി ചേർന്നിട്ട് അതിനെ സംവഹനം ചെയ്യാനുള്ള എബിലിറ്റി കൂടി നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഹീമോഗ്ലോബിൻ ഉണ്ട്. അപ്പോൾ നമ്മൾ രക്തകോശങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ശ്വേതരക്താണുക്കളുണ്ട്, അരുണ രക്താണുക്കളുണ്ട്. അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. പിന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അരുണ രക്താണുവിനെ ഒന്നിനായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഷേപ്പ് എന്താണ്, ഒരു ഡിസ്കിൻ്റെ ആകൃതിയിലാണ്. പിന്നെ ഈ ചിത്രത്തിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതലുള്ളത് ആരാണ്, അരുണ രക്താണുക്കളാണ് കൂടുതലുള്ളത്, കുറവാണ് ശ്വേതരക്താണുക്കൾ. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ 1 ml നമ്മൾ ബ്ലഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 45 ലക്ഷം മുതൽ 65 ലക്ഷം വരെ എന്തുണ്ടാവും, RBCs ഉണ്ടാവും, അരുണ രക്താണുക്കൾ ഉണ്ടാവും. എത്ര ഉണ്ടാവും, 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ ഉണ്ടാവും. എന്നാൽ ശ്വേതരക്താണുക്കളാണെങ്കിൽ അത്രയൊന്നും ഉണ്ടാവില്ല. അവരെത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ആ ഒരു റേഞ്ചിലാണ് ആരുണ്ടാവുക, നമ്മളീ പറഞ്ഞിരിക്കുന്ന 1 ലക്ഷം മുതൽ 3 ലക്ഷം വരെ ഉണ്ടാകുന്ന നമ്മുടെ പ്ലേറ്റ്ലെറ്റ് ആണ്. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ശ്വേതരക്താണുക്കൾ 10,000 ആ ഒരു റേഞ്ചിലാണ് ഉണ്ടാവുക. 11,000 തൊട്ട് 15,000 വരെ മാത്രമേ RBCs ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ആരാണ്, WBCs ആണ്. ഞാൻ മാറിപ്പോകുന്നുണ്ട് കേട്ടോ. WBCs ആണ് 10K 10,000 ഒക്കെ ഉണ്ടാകുന്നുള്ളത്. RBCs ആണ് ഏറ്റവും കൂടുതലുള്ളത്. അവരാണ് 45 ലക്ഷം ഒക്കെ ഉണ്ടാകുന്നുള്ളത്. 45 ലക്ഷം മുതൽ 60 ലക്ഷം വരെ RBCs. പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിൽ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഒരു 15 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റ്സ് വരാം. 10,000 ഒതുങ്ങുന്നത് നമ്മുടെ WBCs ആണ്. അത്രയും ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഹീമോഗ്ലോബിൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് പോയത്. ഹീമോഗ്ലോബിൻ ഏതിലാണുള്ളത്, അരുണ രക്താണുക്കളിലാണുള്ളത്. അവരുടെ പരിപാടിയാണ് ഓക്സിജൻ സംവഹനം എന്ന് പറയുന്നത്. പിന്നെ ഈ RBCsന് മറ്റൊരു പ്രത്യേകത ഉണ്ട്, ന്യൂക്ലിയസ് ഇല്ല കേട്ടോ. നമ്മുടെ അരുണ രക്താണുക്കളിൽ എന്തില്ല, ന്യൂക്ലിയസോ അതുപോലെ തന്നെ മറ്റുള്ള കോശാംഗങ്ങളോ ഇല്ല. നിറയെ ഓക്സിജനോട് പ്രതിപത്തി കൂടിയ ഹീമോഗ്ലോബിൻ മാത്രമാണ് അതിനുള്ളത്. ബാക്കി എല്ലാ കോശങ്ങളും നമ്മൾ ഓരോ കോശങ്ങളും പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലേ, അതിൻ്റെ കേന്ദ്രഭാഗത്ത് എന്തുണ്ട്, ഒരു മർമ്മമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ RBC എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തില്ല, ന്യൂക്ലിയസ് ഇല്ല. ആരേ ഉള്ളൂ, ഹീമോഗ്ലോബിൻ മാത്രമേ ഉള്ളൂ.
ഇനി ഹീമോഗ്ലോബിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ 4 പ്രോട്ടീൻ ഇഴകൾ കണ്ടല്ലോ നിങ്ങൾക്ക് ഇവിടെ, ഒരു ഓറഞ്ച് നിറത്തിൽ, ഒരു പച്ച നിറത്തിൽ, ഒരു പിങ്ക് നിറത്തിൽ, ഒരു പർപ്പിൾ നിറത്തിൽ, അങ്ങനെ 4 പ്രോട്ടീൻ ഇഴകളും പിന്നെ ഒരു ഇരുമ്പും, അതാണ് ഹീം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. സോറി, ഹീം പറഞ്ഞാൽ ഈ പ്രോട്ടീനാണ്, ഇരുമ്പ്. അപ്പോൾ എന്താണ്, 4 പ്രോട്ടീനും ഒരു ഇരുമ്പും അടങ്ങിയതാണ് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ഘടന എന്ന് പറയുന്നത്. എന്താണ്, 4 പ്രോട്ടീൻ്റെ ഇഴകളും ഒരു ഇരുമ്പും കൂടിയതാണ് ഒരു ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമിലെ ഇരുമ്പുമായാണ് ശരിക്കും നമ്മുടെ ഓക്സിജൻ കൂടിച്ചേരുന്നുള്ളത്. അപ്പോൾ RBCസിൽ ബ്ലഡിൽ ആരുമായിട്ടാണ് ഓക്സിജൻ കൂടിച്ചേരുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറയും RBCസിനകത്തുള്ള ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ആരുമായിട്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പുമായിട്ടാണ് ഇവർ കൂടിച്ചേരുന്നുള്ളത്. അപ്പോൾ ഒരു ഹീമോഗ്ലോബിൻ തന്മാത്രയ്ക്ക് 4 ഓക്സിജൻ തന്മാത്രകളെ വഹിക്കാൻ കഴിയും. എന്താണ്, പ്രോട്ടീൻ ഇഴകളും ഹീമും 4 വീതം ഉള്ളതിനാൽ, എന്താണ്, ഹീമും 4 ഉണ്ട്, പ്രോട്ടീനും 4 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 4 ഓക്സിജനെ വഹിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഹീമോഗ്ലോബിന് എത്ര ഓക്സിജനെ വഹിക്കാൻ പറ്റും? 4 ഓക്സിജനെ വഹിക്കാൻ പറ്റും. മനസ്സിലായല്ലോ ഹീമോഗ്ലോബിൻ്റെ ഘടനയും കാരണങ്ങളൊക്കെ. ഇത് നമ്മുടെ രക്തലോമിക, ഇത് നമ്മുടെ വായുവറയും ഇത് നമ്മുടെ രക്തലോമികയും. നമ്മൾ നേരത്തെ ചിത്രം കണ്ടില്ലേ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഓക്സിജനാണ് കൂടുതലുള്ളത്. ഏതിനകത്ത്? വായുവറക്കകത്ത്. ഏത് സമയത്ത്? ഓക്സിജൻ്റെ ഉച്ഛ്വാസം കഴിഞ്ഞാൽ, ശ്വാസം വലിച്ചെടുത്തതിന് ശേഷം വായുവറക്കകത്ത് നിറയെ നീലയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഓക്സിജനെ കാണാൻ പറ്റും. അപ്പോൾ ഈ രക്തലോമികക്കകത്ത് എന്താണ്, ഓക്സിജൻ കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഡിഫ്യൂഷൻ വഴി ഈ ഓക്സിജനൊക്കെ എവിടത്തേക്ക് കയറും? നമ്മുടെ ഇതിനകത്തേക്ക് കയറും. മനസ്സിലായില്ലേ? ഇതാണ് ഏതിൻ്റെ കേസിൽ നടക്കുന്നുള്ളത്? നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഓക്സിജൻ്റെ സംവഹനത്തിൻ്റെ കേസിൽ നടക്കുന്നുള്ളത്. ഇനി പിന്നീട്, അതായത് രക്തലോമികകളിൽ ഇങ്ങനെ ഹീമോഗ്ലോബിൻ്റെ കൂടെ നമ്മുടെ ഓക്സിജൻ കയറി കഴിഞ്ഞാൽ അതിന് നമ്മൾ ഓക്സി ഹീമോഗ്ലോബിൻ എന്നാണ് പറയുക. എന്ത് പറയും? ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയാം. എന്നിട്ടിത് ഓരോ ടിഷ്യൂലും പോയിട്ട് ആർക്കൊക്കെ ഓക്സിജൻ ആവശ്യമാണോ അവിടെയൊക്കെ പോയിട്ട് ഓക്സിജനെ വിട്ടുകൊടുക്കും. എന്നിട്ട് അവരെന്താവും? സ്വതന്ത്രമാവും. അപ്പോൾ വായുറകളിൽ പോയിട്ട് ഹീമോഗ്ലോബിൻ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് വരും. ഓക്സി ഹീമോഗ്ലോബിനായിട്ട് വന്നിട്ട് അവർ ടിഷ്യൂകളുടെ അടുത്ത്, അതായത് കോശങ്ങളുടെ അടുത്ത് പോയിട്ട് വേണ്ടവർക്കൊക്കെ ഓക്സിജൻ കൊടുക്കും. എന്നിട്ട് അവർ സ്വതന്ത്രമായി പോവും. അതാണ് ഏത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ശ്വസന വ്യവസ്ഥയിൽ കാര്യമായിട്ട് എന്താണ് നടക്കുന്നുള്ളത്. ഇനി നമ്മളൊരു പുകമുറിയിൽ അകപ്പെട്ട് പോവുകയാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ, എന്താണ്, മൊത്തം പുകയുള്ള ഒരു റൂമിൽ വെച്ച് നമുക്ക് ശ്വാസം കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹീമോഗ്ലോബിന് ഓക്സിജനേക്കാൾ കൂടുതൽ ഇഷ്ടം ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, കാർബൺ മോണോക്സൈഡാണ്. ആരോടാണ്? ഹീമോഗ്ലോബിന് ഏറ്റവും ഇഷ്ടം കാർബൺ മോണോക്സൈഡിനോടാണ്. അപ്പോൾ ഹീമോഗ്ലോബിനുമായി പെട്ടെന്ന് തന്നെ കാർബൺ മോണോക്സൈഡ് കൂടിച്ചേരും. ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നില്ല, അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡുമായിട്ട് നമ്മുടെ ഈ ഹീമോഗ്ലോബിൻ കൂടിച്ചേരും. അവർക്ക് ഓക്സിജനേക്കാൾ ഇഷ്ടം ആരാണ്? കാർബൺ മോണോക്സൈഡാണ്. അപ്പോൾ എവിടെ കാർബൺ മോണോക്സൈഡ് കണ്ടാലും ഓക്സിജനെ വിട്ടിട്ട് അവരെവിടെ പോയി കൂടിച്ചേരും? നമ്മുടെ കാർബൺ മോണോക്സൈഡായിട്ട് കൂടിച്ചേർന്നിട്ട് അത് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നുള്ള ഒരു സംയുക്തം അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ അവിടെ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് കുറയും. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് കുറഞ്ഞാൽ എന്താണ്? നമ്മുടെ രക്തത്തിൽ സംവഹനം കുറയില്ലേ? കാർബൺ മോണോക്സൈഡിൻ്റെ സംവഹനമായിരിക്കും അപ്പം നടക്കുക. അപ്പോൾ വേണ്ടത്ര ഓക്സിജൻ നമ്മുടെ ശരീരത്തിൽ എത്തില്ല. അതാണ് ഈ പുകമുറിയിൽ നമ്മൾ എത്തിയാൽ നടക്കാറുള്ളത്. തീപിടുത്തം ഉണ്ടാകുന്ന ഘട്ടത്തിൽ മുറികളിൽ കുടുങ്ങിപ്പോയാൽ പുകയോടൊപ്പം കാർബൺ മോണോക്സൈഡും ശ്വസിക്കാൻ ഇടയാകും. ഇങ്ങനെയുള്ള പുകയൊക്കെ വന്നാൽ അതിനകത്ത് എന്തും കൂടി അടങ്ങിയിട്ടുണ്ടാവും? പുകയിനകത്ത് കാർബൺ മോണോക്സൈഡ് കൂടി അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അത് ശ്വസിക്കുമ്പോൾ കാർബൺ മോണോക്സൈഡിനെ നമ്മുടെ ഹീമോഗ്ലോബിൻ പെട്ടെന്ന് പോയി പിടിക്കും. അപ്പോൾ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് കുറയും. അങ്ങനെ നമ്മുടെ രക്തത്തിൽ കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടും, ഓക്സിജൻ്റെ അളവ് കുറയും. അതാണ് നമുക്ക് ശ്വാസം കിട്ടിയില്ല എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളത്. പിന്നെ നമ്മളോട് പറയാറില്ലേ, രക്തം കൂടണമെങ്കിൽ ഇലക്കറികൾ കഴിക്കണം, ഇരുമ്പടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ. അതെന്തുകൊണ്ടാണ്? നമ്മുടെ രക്തത്തിനകത്തുള്ള പ്രധാനപ്പെട്ട ആളാണ് ഹീമോഗ്ലോബിൻ. അവരുണ്ടാവണമെങ്കിൽ എന്ത് വേണം? അയൺ വേണം, അല്ല, ഇരുമ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളോട് എന്ത് പറയുന്നത്? ഇലക്കറികൾ പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത്. ആരോഗ്യമുള്ള ഒരു പുരുഷനാണെങ്കിൽ 100 മില്ലി രക്തത്തിൽ ശരാശരി 15 ഗ്രാം എന്ത് വേണം? ഹീമോഗ്ലോബിൻ വേണം. സ്ത്രീകളാണെങ്കിൽ 13 ഗ്രാം ഹീമോഗ്ലോബിനും വേണം. അപ്പോൾ ഇതാണ് ഹീമോഗ്ലോബിൻ്റെ അളവ്. നമ്മുടെ ഈ ഹീമോഗ്ലോബിൻ നമ്മുടെ ലങ്സിൽ നിന്ന് നമ്മുടെ വായുവറകളിലേക്ക് എത്തിയിരിക്കുന്ന ഓക്സിജനെ സ്വീകരിച്ചിട്ട് നമ്മുടെ ഓരോ കോശത്തിലും കൊണ്ടെത്തിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്?
ഊർജം സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഓക്സിജനെ കൊണ്ടെത്തിക്കുന്നുള്ളത്. എങ്ങനെയാണ് ഊർജം സ്വതന്ത്രമാക്കുന്നുള്ളത്? പ്രധാനമായിട്ട് 2 ഘട്ടങ്ങളാണ് ഈ ഊർജം സ്വതന്ത്രമാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുള്ളത്. കോശത്തിൽ വെച്ചിട്ട് ഈ ഗ്ലൂക്കോസിൽ നിന്ന് ഊർജം സ്വതന്ത്രമാക്കുന്ന പ്രക്രിയയാണ് നമ്മൾ കോശശ്വസനം എന്ന് പറയാം. എന്താണ് കോശശ്വസനം എന്ന് പറയുന്നത്? എന്താണ് കോശശ്വസനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കോശത്തിൽ വെച്ചിട്ട്, ഇപ്പോൾ കോശത്തിലേക്ക് ഓരോരോ കോശത്തിലേക്ക് നമ്മൾ ഓക്സിജൻ എത്തിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ ഒരു കോശത്തിലേക്ക് ഓക്സിജൻ എത്തിയാൽ അവിടെ വെച്ചിട്ട് ഗ്ലൂക്കോസിൽ നിന്നും ഊർജത്തിനെ സ്വതന്ത്രമാക്കും. അതിന് 2 ഘട്ടമുണ്ട്. അതൊന്നാണ് ഈ ഗ്ലൈക്കോലിസിസും, പിന്നെ ഒന്നാണ് ക്രെബ്സ് സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് പരിവൃത്തി എന്ന് പറയും. ഗ്ലൈക്കോലിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റും. എന്താണ്? ഓർത്തു വെക്കണം, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റും. എന്താണ്? നമ്മൾ ഗ്ലൂക്കോസിനെ എനർജി ആക്കി മാറ്റുന്നതാണ് അല്ലേ? ഊർജ്ജമാക്കി മാറ്റാൻ പോവാണ്. അപ്പോൾ 2 ഘട്ടമുണ്ട്. ഒന്ന് ഗ്ലൈക്കോലിസിസ്. ആ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്ലൂക്കോസിനെ നമ്മൾ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. ഇവിടെ എത്ര തന്മാത്രകൾ ഉണ്ടാവുന്നുണ്ട്? 2 ATP തന്മാത്രകൾ ഉണ്ടാവുന്നുണ്ട്. ATP എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ എനർജി കറൻസിയാണ് അല്ലേ? ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ ATPയുടെ ഫോമിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ATP തന്മാത്രകളാണ് ഏതിനകത്ത്? ഗ്ലൈക്കോലിസിസിനകത്ത് ഉണ്ടാവുന്നുള്ളത്. ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്ന പ്രക്രിയ കഴിയുമ്പോൾ 2 ATP തന്മാത്രകൾ ലഭ്യമാകുന്നു. പിന്നെ ഈ ഗ്ലൈക്കോലിസിസിന് ഓക്സിജൻ്റെ ആവശ്യമില്ല. ഓക്സിജൻ ഇല്ലാത്ത നടക്കുന്നുള്ളൊരു പ്രവൃത്തിയാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്നത്. ഇനി കോശശ്വസനത്തിൻ്റെ 2ാമത്തെ ഘട്ടമാണ് ക്രെബ്സ് പരിവൃത്തി എന്ന് പറയുന്നത്. ക്രെബ്സ് പരിവൃത്തി നമ്മുടെ മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. നമ്മൾ മൈറ്റോകോൺട്രിയ പഠിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ടാണ് ATP ഉണ്ടാകുന്നത്, എനർജി ഉണ്ടാക്കുന്നത്, ഊർജ്ജം ഉണ്ടാക്കുന്നില്ല എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഈ ക്രെബ്സ് സൈക്കിള് നമ്മുടെ മൈറ്റോകോൺട്രിയയിലൂടെയാണ് നടക്കുന്നുള്ളത്. നിരവധി രാസമാറ്റങ്ങളിലൂടെ നമ്മുടെ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി തന്നു അല്ലെ ഗ്ലൈക്കോലിസിസ് എന്ന് പറയുന്ന പ്രവൃത്തിയിൽ. ഇനി ഈ പൈറുവിക് ആസിഡിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറ്റുന്നു. എന്താണ്? പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാക്കി മാറ്റുന്നതാണ് ക്രെബ്സ് പരിവൃത്തി. ഇവിടെ എത്ര തന്മാത്രകൾ ഉണ്ടാവുന്നുണ്ട്? ATP തന്മാത്രകൾ 28 തന്മാത്രകൾ ഉണ്ടാവുന്നുണ്ട്. 28 ATP തന്മാത്രകൾ ഉണ്ടാവുന്നു. അതായത് ATP എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ എനർജി കറൻസിയാണ് അല്ലേ? ഊർജ്ജം. നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം സംഭരിച്ചു വെക്കുന്നത് ATPയുടെ ഫോമിലാണ്, ATPയുടെ രൂപത്തിലാണ്. അപ്പോൾ ഈ ക്രെബ്സ് പരിവൃത്തി കഴിയുമ്പോൾ നമുക്ക് 28 ATP കിട്ടും. അത്രത്തോളം ഊർജ്ജം അവിടെ ഉണ്ടാക്കുന്നു, ഉൽപ്പാദിപ്പിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഊർജ്ജം സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കോശത്തിനകത്തുള്ള ഗ്ലൂക്കോസിനെ നമ്മൾ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിൽ നിന്നാണ് ഈ ഊർജ്ജം നമ്മൾ സ്വതന്ത്രമാക്കുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ 2 പ്രവൃത്തിയുണ്ട്. ഒന്ന് ഗ്ലൈക്കോലിസിസും ഒന്ന് ക്രെബ്സ് പരിവൃത്തി. ശ്രദ്ധിക്കുക, ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡ് ആക്കുന്നത് ഗ്ലൈക്കോലിസിസിലാണ്. അവിടെ ഓക്സിജൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ വരുന്നത് ക്രെബ്സ് പരിവൃത്തിയാണ്. അത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഗ്ലൈക്കോലിസിസിനകത്ത് 2 ATP ഉണ്ടാവുന്നുണ്ട്. ക്രെബ്സ് പരിവൃത്തിനകത്ത് 28 ATPകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ക്രെബ്സിൽ എന്താ നടക്കുന്നത്? നമ്മൾ ഈ പറഞ്ഞ പൈറുവിക് ആസിഡിനെ കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറ്റുന്നു. എത്ര ATP? 28 ATP. അങ്ങനെ 2ഉം നമ്മുടെ ഗ്ലൈക്കോലിസിസും അതുപോലെ തന്നെ ക്രെബ്സ് പരിവൃത്തിയും 2ഉം കഴിഞ്ഞ് വരുമ്പോൾ ടോട്ടൽ 30 ATP ആണ് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ എല്ലാ കോശങ്ങളിലേക്ക് എത്തുന്നതും അങ്ങനെ എത്തിയിട്ട് ഊർജ്ജം സ്വതന്ത്രമാവുന്നതൊക്കെ പഠിച്ചു. ഇനി ആ ഊർജ്ജം സ്വതന്ത്രമാകുമ്പോൾ നമുക്ക് ക്രെബ്സ് പരിവൃത്തിയിൽ എന്തൊക്കെയുണ്ടായ? കാർബൺ ഡൈ ഓക്സൈഡും ജലവും അല്ലേ? ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ തിരിച്ച് അതുപോലെ എവിടത്തേക്ക് കളയണം? നമ്മൾ നിശ്വാസത്തിലൂടെ അതിനെ പുറത്തോട്ട് കളയണം അല്ലേ? അപ്പോൾ ശ്വസനഫലമായി കോശങ്ങളിനകത്ത് എന്തൊക്കെ നടക്കുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും ജലവും രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പുറത്തോട്ട് നീക്കം ചെയ്യപ്പെടണം. അതും നടക്കുന്നുള്ളത് ഇത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ ഓക്സിജൻ വന്നില്ലേ, അതേ വഴിയിൽ അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ തിരിച്ച് നമ്മുടെ ഈ രക്തം ആരെ കൊണ്ടുപോകും? കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുപോകും. എന്നിട്ട് പ്ലാസ്മയിൽ ജലത്തിൽ ലയിച്ചിട്ടാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നുള്ളത്. അതുകൂടാണ്ട് കുറച്ച് ഭാഗം നമ്മുടെ ഹീമോഗ്ലോബിനുമായിട്ട് ചേർന്നിട്ടും പോകുന്നുണ്ട്. പിന്നെ ബൈകാർബണേറ്റുകളുടെ രൂപത്തിലും ഇത് പോകുന്നുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും 3 തരത്തിലാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത്. എങ്ങനെയൊക്കെയാണ്? ഏറ്റവും കൂടുതലുള്ളത് അരുണരക്താണുവിലെ ജലവുമായി പ്രവർത്തിച്ച് ബൈകാർബണേറ്റുകളുടെ രൂപത്തിലാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് തന്നെയല്ല, ബൈകാർബണേറ്റുകളുടെ രൂപത്തിലുണ്ട്. പിന്നെ ഹീമോഗ്ലോബിൻ അല്ലേ? ഓക്സിജനെ നമ്മൾ വിട്ട് കഴിഞ്ഞു, ഇനി ഹീമോഗ്ലോബിൻ ഫ്രീ ആണ്. അപ്പോൾ അവരുടെ കൂടെ ഹീമോഗ്ലോബിൻ കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് പോകുന്നുണ്ട്.
ഓർക്കുക, കാർബമിനോ ഹീമോഗ്ലോബിനാണ്. കാർബോക്സി ഹീമോഗ്ലോബിൻ ഏതായിരുന്നു? കാർബൺ മോണോക്സൈഡ് ആയിരുന്നു. അപ്പോൾ കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു 7% പ്ലാസ്മയിലെ ജലത്തിൽ ലയിച്ചിട്ടും നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ പോകുന്നു. ഈ ടിഷ്യൂവിൽ നിന്ന് നമ്മുടെ രക്തലോമികകളിലേക്ക് കയറുന്നു. അത് എന്നിട്ട് എവിടെ പോകുന്നു? എവിടെ എത്തും? വായു അറകളിലേക്ക് എത്തും അല്ലേ? വായു അറകളുടെ അടുത്തെത്തുമ്പോൾ എന്ത് സംഭവിക്കും? ശ്വാസകോശങ്ങളിൽ വെച്ചിട്ട് ഈ കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണും വിഘടിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് അവിടുന്ന് സ്വതന്ത്രമാകും. ഏതൊക്കെയാണ്? കാർബമിനോ ഹീമോഗ്ലോബിനും അതുപോലെ തന്നെ ബൈകാർബണേറ്റും കൂടി വിഘടിച്ചിട്ട് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറും. എന്നിട്ട് അത് വായു അറകളിലേക്ക് കയറിപ്പോവും. അങ്ങനെ വായു അറകളിലേക്ക് എത്തിയത് എന്താണ്? തിരിച്ച് നമ്മുടെ നാസദ്വാരത്തിലൂടെ നമ്മൾ പുറത്തോട്ട് വിടും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ശ്വസന വ്യവസ്ഥ ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഓക്സിജൻ അകത്തോട്ടേക്ക് വരുന്നതും ആ അകത്തോട്ടേക്ക് വന്ന ഓക്സിജൻ ഊർജ്ജോൽപാദനത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതും അങ്ങനെ യൂസ് ചെയ്തിട്ട് പൈറുവിക് ആസിഡ് ഉണ്ടാകുന്നതും ആ പൈറുവിക് ആസിഡിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നതും ആ കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ച് വായു അറകളിലേക്ക് എത്തി നിശ്വാസത്തിലൂടെ പുറത്തു പോകുന്നതാണ് നമ്മളിതുവരെ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? നമ്മളിപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എപ്പോഴും നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുന്നത് നമ്മൾ പുറന്തള്ളിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ശ്വസനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, പൈറുവിക് ആസിഡിനെ വിഘടിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലമാണ് ഉണ്ടാവുന്നത്. ഈ ഉൽപ്പന്നങ്ങൾ ഒരു നിശ്ചിത അളവിനേക്കാൾ നമ്മുടെ ശരീരത്തിൽ കൂടാൻ പാടില്ല. എന്താണ് ഈ ഉണ്ടായിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഒരിക്കലും ഒരു നിശ്ചിത അളവിൽ കൂടാൻ പാടില്ല എന്നാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോശത്തിനകത്തും വെള്ളമുണ്ട്, പുറത്തും വെള്ളമുണ്ട്. വെള്ളം എന്ന് പറയുമ്പോൾ ജലമുണ്ട്. അപ്പോൾ അവരുമായിട്ട് പ്രവർത്തിച്ചിട്ട് നമ്മുടെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് പ്രവർത്തിച്ചിട്ട് എന്തുണ്ടാവും? ഇങ്ങനൊരു സാധനം ഉണ്ടാവും, H2CO3. അതിനെയാണ് നമ്മൾ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. അങ്ങനെ കാർബോണിക് ആസിഡിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിന് കൂടിക്കഴിഞ്ഞാൽ അതെന്താണ്? അസിഡിറ്റി ഉണ്ടാക്കും. മനസ്സിലായല്ലോ? അസിഡിറ്റി ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബോഡിക്കകത്ത് തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, അത് കൂടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഏത് ആസിഡാണ് ഉണ്ടാവുക? കാർബോണിക് ആസിഡാണ് ഉണ്ടാവുക. പിന്നെ വായു ഇല്ലാതെയും ശ്വസനമോ എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ചില ഓർഗാനിസംസ് ഉണ്ട് അല്ലെ, ചില ജീവികൾ ഓക്സിജൻ ഇല്ലെങ്കിലും അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ചില ബാക്ടീരിയ, അതുപോലെ തന്നെ ചില ഈസ്റ്റ്, അവരൊക്കെ എന്താണ് ഓക്സിജൻ ഇല്ലാതെയും അവർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെയായിരിക്കും ഊർജ്ജം കിട്ടുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഗ്ലൂക്കോസിനെ നമ്മൾ പൈറുവിക് ആസിഡാക്കി മാറ്റും ആദ്യം അല്ലേ? നമ്മുടെ ശരീരത്തിനകത്തും അത് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ബാക്ടീരിയ, ഈസ്റ്റ് എന്നിവയുടെ കോശദ്രവത്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അവരാണ് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റുമ്പോൾ അവിടെ എന്തിൻ്റെ ആവശ്യമില്ല? ഓക്സിജൻ്റെ ആവശ്യമില്ല അല്ലേ? ഗ്ലൂക്കോസിനെ അങ്ങനെ പൈറുവിക് ആസിഡാക്കി മാറ്റുന്നു. ആ പൈറുവിക് ആസിഡിനെ ബാക്ടീരിയ ആണെങ്കിൽ ലാക്റ്റിക് ആസിഡാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഈസ്റ്റ് ആണെങ്കിൽ ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്നു. അങ്ങനെ അവർ ATPനെ അവിടെ റിലീസ് ചെയ്യുന്നു. മനസ്സിലായല്ലോ? അതാണ് ആരുടെ കേസിൽ? ഓക്സിജൻ ഇല്ലാതെ ശ്വസിക്കുന്നവരുടെ കേസിൽ അവായു ശ്വസനം എന്ന് പറയും. എന്താണ് അവായു ശ്വസനം എന്ന് പറയും? ഈസ്റ്റ് എന്താണ്? ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ ബാക്ടീരിയ ആണെങ്കിൽ ലാക്റ്റിക് ആസിഡാണ് ഉണ്ടാക്കുന്നത്. അതിനുദാഹരണമാണ് നമ്മുടെ മാവ് പുളിച്ച് മാർദ്ദവമുള്ളതാവുന്നത്. അതായത് നമ്മുടെ ഇഡ്ഡലീൻ്റെ മാവൊക്കെ ഇല്ലേ, അതൊക്കെ പുളിക്കുന്നില്ലേ? അത് എന്തിൻ്റെ ആക്ഷനാണ്? ഈസ്റ്റിൻ്റെ ആക്ഷനാണ്. അതുപോലെ തന്നെ പാല് തൈരാവുന്നുള്ളത് ആരുടെ പരിപാടിയാണ്? ലാക്ടോബാസിലസ് ബാക്ടീരിയയുടെ പ്രധാന പരിപാടിയാണ് ഈ പറഞ്ഞിരിക്കുന്ന ഫെർമെൻറ്റേഷൻ. ഇനി ശ്വസന വ്യവസ്ഥയെ തകർക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളാണ്. അതായത് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്നുള്ള ചില കണ്ടീഷൻസ്. ഒന്ന് നമ്മുടെ ശ്വാസകോശ അർബുദം അല്ലേ, ക്യാൻസർ. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന അർബുദകാരികൾ ശ്വാസകോശ അർബുദത്തിന് കാരണമാവുന്നു. അപ്പോൾ ലങ്സ് ക്യാൻസറിന് കാരണമാവുന്നുള്ളത് ആരാണ്? പുകയിലയിൽ അടങ്ങിയിട്ടുണ്ടാവുന്നുള്ള ചില ക്യാൻസർ ഏജൻസ് ആണ്. പിന്നെ ഒരു കാരണമാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ എന്താണ്? പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന ടാറ് അല്ലെങ്കിൽ നമ്മുടെ കാർബൺ മോണോക്സൈഡൊക്കെ നമ്മുടെ വായു അറകളിൽ അടിഞ്ഞുകൂടും. അങ്ങനെ അടിഞ്ഞുകൂടിയിട്ട് രോഗാണുക്കൾ അവിടെ പെരുകും. അങ്ങനെ ശ്വാസകോശത്തിന് ഒരു വീക്കം ഉണ്ടാകുന്നു. അതാണ് ബ്രോങ്കൈറ്റിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതും നമ്മുടെ ശ്വാസകോശത്തിന് ഉണ്ടാകുന്നുള്ള ചില തകരാറാണ്. പിന്നെ എംഫിസമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുകയിലയിലെ തന്നെ വിഷപദാർത്ഥങ്ങൾ ഈ വായു അറകളിലൂടെ
വായുവറകളിൽ കയറും. അങ്ങനെ ഇലാസ്തികത നഷ്ടപ്പെടുന്നു. അങ്ങനെ അവ പൊട്ടും. നമ്മുടെ വായുവറകൾ പൊട്ടും. അപ്പോൾ ഇത് ശ്വസന പ്രതല വിസ്തീർണം കുറയ്ക്കുന്നതിനും വൈറ്റൽ കപ്പാസിറ്റി കുറയുന്നതിനും കാരണമാവുന്നു. വയറുകൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്രതല വിസ്തീർണം ഒരു ടെന്നീസ് കോർട്ടിൻ്റെ അത്രയും പ്രതല വിസ്തീർണം ഉണ്ട്. ആരാ ഉണ്ടാക്കി തരുന്നുള്ളത്? വായുവറകൾ. അപ്പോൾ അവരില്ലെങ്കിൽ വിസ്തീർണം അവിടെ കുറയും. അതൊക്കെയാണ് നമുക്ക് ഏതിൻ്റെ കേസിൽ പറയാനുള്ളത്? നമ്മുടെ ഈ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ചില അസുഖങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അസുഖങ്ങൾ അല്ല, അത് പുകവലി കൊണ്ടുണ്ടാകുന്നുള്ള ചില ദോഷങ്ങളാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് വെച്ചാൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു സാധാരണ ഉച്ഛ്വാസത്തിലൂടെ ഉള്ളിലേക്ക് എടുക്കുന്ന ആ ശ്വാസം അല്ലെങ്കിൽ നിശ്വാസത്തിലൂടെ നമ്മൾ പുറന്തള്ളുന്ന ആശ്വാസം, അതിൻ്റെ അളവാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയാം. എന്താണ് ടൈഡൽ വോളിയം? ഒരു സാധാരണ രീതിയിൽ നമ്മൾ എത്രത്തോളമാണ് ശ്വാസം വലിച്ചെടുക്കുന്നുള്ളത്, അതല്ലെങ്കിൽ എത്രത്തോളമാണ് നമ്മൾ പുറത്തോട്ട് കളയുന്നുള്ളത്, അതിൻ്റെ അളവിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇത് ഏകദേശം എത്ര വരും? 1/2 ലിറ്റർ എന്ന് പറയും. എന്താണ്? 1/2 ലിറ്റർ എന്ന് പറയും. അത് സാധാരണഗതിയിലാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ടൈഡൽ വോളിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മളിപ്പോഴും ശ്വസിക്കുന്നില്ലേ, ആ ഒരു രീതിയിൽ സാധാരണഗതിയിൽ. ഇനി അതല്ല, നമ്മൾ ഗാഢമായ ഉച്ഛ്വാസത്തിന് ശേഷം ശക്തിയായിട്ട് നിശ്വസിക്കുന്നു. അതായത് നമ്മൾ ദീർഘശ്വാസം എന്ന് പറയാറില്ലേ, അങ്ങനെ ദീർഘമായി ഒന്ന് ശ്വാസം എടുത്തതിന് ശേഷം അതേപോലെ തന്നെ ശക്തിയായിട്ട് നമ്മൾ ശ്വാസം വിടുകയും ചെയ്യുകയാണ്. അപ്പോൾ പുറത്തു പോകുന്നുള്ള ആ പരമാവധി വായുവിൻ്റെ അളവാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്? അപ്പോൾ സാധാരണഗതിയിൽ നമ്മളുള്ളിലേക്ക് എടുക്കുന്നതും പുറത്തോട്ട് വിടുന്നത് ടൈഡൽ വോളിയാണ്. ഇനി ദീർഘമായൊരു ശ്വാസം എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് കളയുന്ന ആ ഒരു വായുവിൻ്റെ അളവിനെയാണ് നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഒരു ആരോഗ്യമുള്ള പുരുഷന്മാരിലാണെങ്കിൽ ഈ വൈറ്റൽ കപ്പാസിറ്റി ഏകദേശം 4.5 ലിറ്റർ ആയിരിക്കണം. സ്ത്രീകളിൽ ഇത് 3 ലിറ്റർ ആയിരിക്കും. എത്രയാണ്? 4.5 ലിറ്ററാണ് പുരുഷന്മാരിൽ. സ്ത്രീകളിൽ ഇത് 3 ലിറ്റർ ആയിരിക്കും. ഇത് വൈറ്റൽ കപ്പാസിറ്റി അളക്കുന്നുള്ള ഒരു പരീക്ഷണമൊക്കെയാണ്. ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. ഇനി ഈ ശ്വസനം മറ്റ് ജീവികളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, മണ്ണിരേൻ്റെ കേസിൽ അവർക്ക് ത്വക്കിലൂടെയാണ് അവർ ശ്വസിക്കുന്നതെന്നൊക്കെ നമ്മൾ മുന്നത്തെ പാഠഭാഗത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിവിടെ നോക്കുന്നില്ല കേട്ടോ. ഇനി സസ്യങ്ങൾ ശ്വസിക്കുന്നുണ്ടോ? അത് നമ്മൾ പറഞ്ഞു. ആസ്യരന്ധ്രം അല്ലേ, നമ്മുടെ സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആ സ്റ്റൊമാറ്റയിൽ കൂടി എന്താണ് ഓക്സിജൻ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ വിനിമയം നടക്കുന്നുണ്ട് എന്നുകൂടി നമ്മളന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ PDF ഞാൻ നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ടെലിഗ്രാമിനകത്ത് അയച്ചു തരും. അതുകൂടി ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മറ്റ് സബ്ജക്ട്സിൻ്റെ കൂടി വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കെമിസ്ട്രി ഒരു വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ, അതും വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും കേട്ടോ. സോ താങ്ക് യു.